ഇന്ന് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൻ്റെ സെക്കൻഡ് ഡേ ആണ്. പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ദുബായിലേക്ക് പോകാനുള്ള സമയമായി. ഇന്നത്തെ ലഞ്ചിന് ഞാൻ തനിച്ചാണ് വന്നത് കേട്ടോ. ആൻഡ് അതിന് വേറൊരു ദുരുദ്ദേശം കൂടിയുണ്ട്. എനിക്ക് പതുക്കെ ഇരുന്ന് തന്നെ ഒരു മീ ടൈം വേണമെന്ന് എനിക്ക് തന്നെ തോന്നി. ആൻഡ് ഇവിടുത്തെ ലഞ്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഭയങ്കര റഷായിരുന്നു സാറ്റർഡേ. ഇന്ന് സൺഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര റഷൊന്നുമില്ല. ആൻഡ് കുറേ ആൾക്കാർ ഇങ്ങനെ തിങ്ങി ഓടി നടക്കണില്ല ബുഫേയുടെ സൈഡിലൊന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രൈവസി ഉണ്ടായിരുന്നു. ഇരുന്ന് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് ഡെസേർട്ട്സിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ഡെസേർട്ട്സ് ഒരുമിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല, റൈറ്റ്? അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ അതിലങ്ങ് ഫോക്കസ് ചെയ്തു. ആൻഡ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ടീമൊക്കെ ആയിട്ട് ഒരു പിക്ചറൊക്കെ എടുത്തു. എല്ലാം മെമ്മറീസ് അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഐ വെൻറ്റ് ടു മീറ്റ് മൈ ഫ്രണ്ട്. നമ്മൾ ജസ്റ്റ് വെസ്റ്റ് സൈഡിൽ അതുപോലെ ഫുഡ് കോർട്ടിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് റോം അറൗണ്ട്. ആൻഡ് യു നോ സംതിങ്, ഈ വെസ്റ്റ് സൈഡിലെ കളക്ഷൻസ് ഒരു രക്ഷയില്ല കേട്ടോ. എന്നെ ഒരു ക്ലാസിക് കളക്ഷൻസാണ്. അത് മാത്രമല്ല നമ്മളുടെ സമ്മർ വൈബായിരുന്നു അവിടെ. ആൻഡ് ഐ ടുക്ക് ഫ്യൂ. പിന്നെ എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുണ്ട് ഇവിടെ. അങ്ങനെ ഫീൽ ചെയ്തു. ദുബായിൽ ശരിയാണ് കുറേ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യന്മാരങ്ങോട്ട് എൻജോയ് ചെയ്യുക. ഈവൻ സ്ട്രീറ്റിലായാലും എല്ലായിടത്തായാലും. സോ ഇൻസൈഡ് ആൻഡ് ഔട്ട് അവരങ്ങനെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ എനിവേ. സോ ദി വെദർ അതായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പോണത്. ഭയങ്കര നല്ല തണുത്ത കാറ്റുണ്ട്. എല്ലാം കൂടി മിസ് ചെയ്യും ഡെഫിനറ്റ്ലി. ആൻഡ് കുറേ കാലം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് നോക്കി ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ടായിരിക്കും. സോ ബാംഗ്ലൂർ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഹബീബി, കം ടു ദുബായ്. വെയിറ്റിംഗ്, നല്ല ചൂട്. സോ നമ്മൾ പോവാണ് നമ്മൾ ദുബായിലേക്ക്. ഇൻഷാ അല്ലാഹ്, സീ യു സൂൺ ദേർ. ബൈ, മാഅസ്സലാമ.